കടലിൽ കാണാതായ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട പെറ്റമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മണിക്കൂറുകൾ നീണ്ട സമരത്തിനൊടുവിൽ ഫിഷറീസ് പോലീസ് ഉദ്യോഗസ്ഥർ സമരം ചെയ്ത രേഷ്മയുമായി നടത്തിയ ചർച്ചയിൽ തെരച്ചിൽ തുടരാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇവർക്ക് പിന്തുണയുമായി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധിച്ചു. റിപ്പോർട്ടിലേക്ക്. ഞാൻ ആരോട് ചോദിക്കാനാ? പ്രതിഷേധം മാത്രമേ ഉള്ളൂ. ഞാൻ പ്രതിഷേധിക്കുന്നു. ഇതിനകത്ത് നിന്ന് എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മാറ്റമില്ല. ഞാൻ എഴുന്നേക്കത്തതുമില്ല. ഞാൻ വെള്ളം കുടിക്കത്തില്ല. ഞാൻ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി ചത്താലും ഞാൻ ഇവിടുന്ന് എഴുന്നേക്കുന്ന പ്രശ്നമില്ല. ഞാൻ എഴുന്നേക്കത്തില്ല. ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾ കഷ്ടപ്പെടുന്നതിന്റെ വിഹിതം പറ്റുന്ന ഗവൺമെന്റാ. ഈ ഗവൺമെന്റ് എന്നല്ല, ഏത് ഗവൺമെന്റ് ആയാലും. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളതാ. കടലിൽ കാണാതായ ഗൗതം കൃഷ്ണ എന്ന തന്റെ മകനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പെറ്റമ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് കേരള ചരിത്രത്തിൽ ഇതാദ്യം. ചർച്ചയിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് തെരച്ചിൽ നടത്തുന്നില്ലെന്ന രേഷ്മയുടെ ചോദ്യത്തിന് ഇപ്പോഴല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടതെന്ന ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ മറുപടി കേട്ട് രേഷ്മ പൊട്ടിത്തെറിച്ചു. അവർ ചർച്ച ബഹിഷ്കരിച്ചു. പുറത്തിറങ്ങി അലമുറയിട്ടു. ഡിമാൻഡ് ചെയ്തില്ലെന്ന്, ഞങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടാകാത്തതെന്ന് ഇപ്പൊ എന്നോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞതാ, ഞാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വരാതെ ഞാൻ ചർച്ചയ്ക്ക് ഇല്ലാത്തില്ലെന്ന്. ഞാൻ സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇതുവരെ ഞങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലെന്ന്. ഞങ്ങളുടെ ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളുടെ അവസ്ഥ, എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിച്ചെന്നുള്ളതല്ലേ അപ്പൊ എന്റെ സത്യം. ഞാനിപ്പോ ഡിമാൻഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരാമെന്ന്. ഇനി വന്ന് ഞാൻ ഉദ്ദേശിച്ച ആളും മന്ത്രി സാഹിത്യം ഇവിടെ എത്താതെ ഞാൻ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇവിടെ കിടന്ന് ചത്താലും ശരി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. 2 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം 2 വട്ട ചർച്ചയ്ക്കൊടുവിൽ തെരച്ചിൽ തുടരാമെന്ന ഉറപ്പിന്മേൽ രേഷ്മയും ഇവർക്ക് പിന്തുണയുമായി വന്ന മത്സ്യത്തൊഴിലാളി യൂണിയൻ CITUവും ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ പിന്നെ കയറി അവരതിൻ്റെ രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതെല്ലാം നാളെ 6:30-ക്ക് അന്വേഷണം ആരംഭിക്കാമെന്ന് ഉറപ്പ് തന്നു. അപ്പോൾ അവർ ഉറപ്പിന്മേൽ ഞാൻ വീട്ടിലോട്ട് പോകുന്നു. എല്ലാവരും കമ്മീഷണർ സാറും ഈ വാക്ക് വിശ്വസിക്കുകയാണ്. നാളെ രാവിലെ തരം ആളുകളെ ഗോവയിൽ വിട്ട് നമ്മൾ പരിശീലിപ്പിച്ച റെസ്ക്യൂ ടീമിനെ കൂടി ഇവിടെ കൊണ്ടുവന്ന് 6:30-ക്ക് പോകും. ആ വല കിടക്കുന്ന സ്ഥലത്തേക്ക് അന്വേഷിക്കുക. അവിടെ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ റെസ്ക്യൂ വാണിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് പോയിട്ടില്ല. ആ സ്ഥലത്ത് നമുക്ക് ഇനിയിപ്പം ഉള്ളിലെല്ലാം നമ്മൾ ഈ പരിശോധനയൊക്കെ നടത്തി. പക്ഷേ ഉള്ളിലതുകൊണ്ട് നമുക്ക് കായലിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണല്ലോ ഇത്രയും ദിവസം കൊണ്ട് കാണുന്നത്. അപ്പം മിക്കവാറും കുടുംബം പറയുന്നത് പോലെ വലയ്ക്കകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധന നടത്തണം. ആ പരിശോധന നടത്താൻ വെതർ വാണിംഗ് നമുക്ക് തടസ്സമല്ല. അതിന് പരിശീലനം കിട്ടിയ സേനയെ നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആ സേന നാളെ വരിക. അതിരാവിലെ 6:30-ക്ക് കോസ്റ്റൽ പോലീസ് ഈ സേനയുമായിട്ട് പോകും, അന്വേഷിക്കും എന്നാണ് ഉറപ്പ് തന്നത്. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ അമ്മ ഇവിടെ നിന്ന് ഇപ്പോൾ പിരിഞ്ഞുപോയത്. തീരത്ത് എയർ ആംബുലൻസ് സംവിധാനം വേണമെന്ന ഗൗതം കൃഷ്ണയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഗൗതം കൃഷ്ണയെ കാണാതായി 7 ദിവസം പിന്നിട്ടു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.